അപ്പൊ എങ്ങനെയുണ്ട് ഇനി യാത്ര? യാത്ര അടിപൊളി, നല്ല സുഖം. രാവിലെ 8 മണിക്ക് പോന്നിട്ട് ഇത്ര നേരം നമ്മൾ അറിഞ്ഞിട്ടില്ല. വീട്ടിലത്തേക്കാളും സന്തോഷായി. നല്ല സന്തോഷമായി. ഇതിന് മുന്നേ നിങ്ങൾ എപ്പോഴാ ടൂർ പോയത്? വീട്ടിൽ മുന്നേ എന്നോ പോയതാ. പോയതാണ്. ഇത് അടിച്ചു പൊളിച്ചു. ഇതാണ് അടിച്ചു പൊളിച്ചത്. എന്താ അതിൽ ഹൈലൈറ്റ് എന്താ? ഹൈലൈറ്റ് എന്താ നമ്മളെ പ്രായക്കാരെല്ലാരും കണ്ടു. ഒരു പണ്ട് പാട്ട് പാടിയോണ്ട് വരി. പ്രിയപ്പെട്ടവരെ, ഒരു വിനോദയാത്ര പുറപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണിവർ. എൻ്റെ നാടായ ചീക്കോട് നിന്ന് 60 വയസ്സ് കഴിഞ്ഞ ഉപ്പമാരെയും ഉമ്മമാരെയും കൊണ്ട് ഇന്നൊരു വിനോദയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കളുടെ സംഘടനയായിട്ടുള്ള KMCC ആണ് ഇങ്ങനൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പല കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന അവരുടെ മറ്റൊരു കാരുണ്യ പ്രവർത്തനമാണെന്ന് നമുക്ക് പറയാം. കാരണം ഈ വീടുകളിലൊക്കെ രോഗങ്ങളായി പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പഴയ സുഹൃത്തുക്കൾ ഒന്നിച്ചൊരു യാത്ര. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ നാടുകളിലൊക്കെ എത്തിക്കണം. അവിടങ്ങളിലുള്ള ആളുകൾക്കും ഇത്തരം ഒരു യാത്രയ്ക്കുള്ള അവസരം ലഭിക്കണം. കാരണം അത്രമേൽ സന്തോഷത്തിലാണ് ഇവർ ഈ യാത്രയ്ക്ക് എത്തിച്ചേർന്നതും ഈ യാത്ര പോകുന്നതും. കാലത്തിൻ കാലൊച്ച കേൾക്കുന്നിടം, കാലങ്ങൾ മോഹിക്കും സ്നേഹാങ്കണം, കാരുണ്യത്തിൻ തീരം, കാവൽ തരും ലോകം. അങ്ങനെ 2 ബസ്സുകളിലായിട്ട് പാട്ടും പറച്ചിലും അവർക്കുള്ള ക്ലാസ്സും കേട്ടുകൊണ്ട് ആദ്യം എത്തിച്ചേർന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലായിരുന്നു. അനുഗ്രഹ വർഷത്തിൻ സ്നേഹാംബരം വളർന്നു 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 വളർന്നു, നിൻ കാലൊച്ച കേൾക്കുന്നിടം, കാലങ്ങൾ മോഹിക്കും സ്നേഹാങ്കണം, കാലത്തിൻ കാലൊച്ച കേൾക്കുന്നിടം, കാലങ്ങൾ മോഹിക്കും സ്നേഹാങ്കണം, കാരുണ്യത്തിൻ തീരം, കാവൽ തരും ലോകം, അനുഗ്രഹ വർഷത്തിൻ സ്നേഹാംബരം. വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്തെത്തി. അവിടെ നിന്ന് ചായയും കുടിച്ച് പിന്നീട് പഴയ കാലങ്ങളിൽ അവർ കളിച്ച കളികളിലേക്ക് അവരെ ഒന്ന് തിരികെ കൊണ്ടുപോയി. അതിലൂടെ അവരുടെ ബാല്യകാലത്തിൻ്റെ നല്ല ഓർമ്മകൾ അവരിലേക്ക് എത്തുകയും അവർ വളരെയധികം ആക്റ്റീവായിരുന്നു ആ സമയങ്ങളിൽ. 2 മുട്ടുകാല് തൊട്ട് വരുമ്പോൾ 2 മുട്ടുകാല് തൊടണം. 2 പെരുവേരിൽ തൊട്ട് തൊടാൻ പറ്റുന്ന പോലെ ഇങ്ങനെ കുമ്പിട്ടിട്ട് ഇവിടെ വീണ് പോയത്. മൂപ്പരാളി കൂട്ടി വരുമ്പോൾ മൂക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തീരാപ്പുള്ളവർ ആക്കെയും തീരാപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ തെറിച്ചോ. അപ്പോൾ തീരാപ്പുള്ളവർ മൂക്കിൻ്റെ അടുത്ത് കൈ കൊണ്ടുവരാം കേട്ടാ. റെഡി ഇല്ലേ? എൻ്റെ കൂടെ എല്ലാവരും പറയാം കേട്ടാ. തലേന്നാണ് കല്യാണം, ഉറക്കെ പറയണം. തലേന്നാണ് കല്യാണം, ഒത്തുന്നാരും വിളിച്ചിട്ടില്ല, ഒത്തുന്നാരും വിളിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും പോയി യാത്രയൊക്കെ ചെയ്ത് എല്ലാ സന്തോഷമായി പ്രായത്തായി. നമ്മുടെ നാട്ടിലെ ഒരു പറ്റം യുവ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലെ കഷ്ടപ്പെടുന്ന, വളരെ പ്രയാസത്തോടു കൂടെ അവരുടെ ജീവിതം വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന പ്രവർത്തകർക്ക് ഒരു ഉല്ലാസമുണ്ടാകുന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പ്രവർത്തനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. ഇത് മറ്റുള്ള ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കുന്നതും നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ ഉല്ലാസമുണ്ടാകുന്നവരുടെ മനസ്സിലേക്ക് പ്രത്യേകമായൊരു ഉല്ലാസവും അതുപോലെ തന്നെ ഉത്തേജനവും ഉണ്ടാകുന്ന രൂപത്തിൽ ഈ പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ സാധിച്ചു. ഗ്രഹിക്കട്ടെ. ഇപ്പൊ ഇത് ഒരുക്കിയിരിക്കണം നമ്മളെ KMCC, നാട്ടിലെ KMCC പ്രവാസികൾ ഇപ്പൊ നാട്ടിൽ ഉണ്ടായ സമയത്ത് അവരെന്താ ചെയ്യാന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇങ്ങനെ നല്ലൊരു പ്രവർത്തനം പെരുന്നാൾ പിറ്റേന്ന് കൊണ്ടുവന്നത്. അപ്പൊ അതിലെ കമ്മിറ്റി ഭാരവാഹികളാണ് ഇരിക്കുന്നത്. അപ്പൊ അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിലേക്ക് വന്നതും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ചീക്കോട് പ്രദേശത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന, വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളുടെ കൂട്ടായ്മയായ GCC KMCC ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ പ്രായമായിട്ടുള്ള ആളുകളെയും അസുഖബാധിതരായിട്ടുള്ള ആളുകളുടെയും ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ട് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമായിട്ടുള്ള ഇന്ന് ഇവിടെ നമ്മുടെ ഒരു രാവിലെ തുടങ്ങിയ ഈ പ്രയാണം, ഈ യാത്ര ഇവിടെ ബീച്ചിൽ സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നാടിയായി നമ്മുടെ ഇവിടെ വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് സ്ത്രീകൾക്കായിട്ടുള്ള
പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെ ചെറിയൊരു ആക്ടിവിറ്റീസുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പാറക്കൽ ചീക്കോട് പാറക്കൽ കബീർ മാസ്റ്ററുടെ മോട്ടിവേഷൻ ക്ലാസ്സും ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമായിട്ട് ഇന്ന് രാവിലെ പ്രയാണം ആരംഭിച്ച ഈ യാത്ര ഇവിടെ സമാപനം കുറിക്കുകയാണ്.